അപ്പം ചങ്ങായിമാരെ ഇന്ന് നമ്മൾ എന്താക്കി നമ്മളെ പേരച്ചുരം കാണാൻ വേണ്ടി പോയതാണ്. പേരച്ചുരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയനാട് കണ്ണൂർ അതിർത്തി പങ്കിടുന്ന പ്രധാനപ്പെട്ട ഒരു പാതയാണ്. കുറച്ച് മാസങ്ങളായിട്ട് നമ്മളെ പേരച്ചുരം ഇങ്ങനെ അടഞ്ഞ് കിടക്കുകയാണ്. നിങ്ങൾക്ക് ഈ പിന്നെ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും റോഡിൻ്റെ സൈഡുകളിൽ മരങ്ങളും അതുപോലെ തന്നെ ചപ്പ് ചവറുകളൊക്കെ ഇങ്ങനെ വീണ് കിടക്കുന്നുണ്ട്. നമ്മുടെ സ്രാങ്ക് എന്തോ ആലോചനയിലാണ്. നമ്മൾ അവസാനം ചുരത്തിലെത്തിയിട്ടുണ്ട്. ഇപ്പം നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ ഗതിയിലാണ് കാണുന്നത്. അവിടെ ഒരുപാട് ജനപ്രതിനിധികളും ഒക്കെ ഇങ്ങനെ വന്ന് നിന്നിട്ടുണ്ട്, കാര്യങ്ങളൊക്കെ വീക്ഷിക്കുന്നുണ്ട്. എന്തായാലും ഡിസംബർ 15-ാം തീയതി നമുക്കിത് തുറന്നു തരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ഒരു അന്തിമ ചർച്ച എന്നാണ് ആക്ഷൻ കമ്മിറ്റിയും അതുപോലെ തന്നെ ബന്ധപ്പെട്ട അധികാരികളൊക്കെ അവിടെ വന്ന് കാര്യങ്ങളൊക്കെ വീക്ഷിക്കുന്നുണ്ട്. അതിനിടയിൽ ഒരു സംശയം, ഇങ്ങനെയൊക്കെ മണ്ണൊക്കെ കൂട്ടിയിട്ട് കുറേ ഇടിച്ച് നിർത്തിയിട്ടുണ്ട്. ഇവിടെ ഏകദേശം ഒരു കുറേ ഭാഗങ്ങൾ ഇനിയും ചെയ്യാൻ ബാക്കിയുണ്ട്. 15-ാം തീയതിൻ്റെ ഉള്ളിൽ എങ്ങനെ തീർക്കുമെന്ന് അറിയില്ല. എന്നാലും നമ്മളെ കോറി വേസ്റ്റും കാര്യങ്ങളൊക്കെ അവിടെ കൊണ്ടുപോയി കൂട്ടിയിട്ടുണ്ട്. കേരള പൊതുമരാമത്ത് വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥരൊക്കെ അവിടെ വന്നിട്ടുണ്ട്. നമ്മളെന്തായാലും അതിൻ്റെ കുറച്ച് താഴെ ഭാഗത്തേക്ക് ഒന്ന് നടന്നു നോക്കി. കുറേ കാലമായി ചുരത്തിലൂടെ ഒന്ന് നടന്നിട്ട്. അപ്പം താഴെ ഇൻ്റർലോക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ റോഡിൻ്റെ പകുതി വശങ്ങളും മണ്ണ് കൂട്ടിയിട്ടിരിക്കുകയാണ്. ഇതെങ്ങനെ ഏകദേശം 2 കിലോമീറ്റർ ദൂരത്തോളം ഇത് നീണ്ടു കിടക്കുകയാണ്. ഇതെങ്ങനെ നീക്കുമെന്ന് അറിയില്ല 15-ാം തീയതിൻ്റെ ഉള്ളിൽ. കാരണം വലിയ വണ്ടികൾക്ക് കടന്നു പോകേണ്ടതല്ലേ. അത് മാത്രമല്ല പല ഭാഗങ്ങളിലും പിന്നെ മരങ്ങളൊക്കെ തൂങ്ങിക്കിടക്കുകയാണ് റോഡിൻ്റെ മുകളിൽ. എന്തായാലും കാര്യങ്ങൾ ദ്രുതഗതിയിൽ തന്നെ നടക്കുന്നുണ്ട്. നമ്മുടെ JCBയും അതുപോലെ റോഡ് റോളറും ഒക്കെ അവിടെ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. ജനപ്രതിനിധികളാണ് കടന്നു വരുന്നത്. നമ്മുടെ അവിടെ വാർഡ് മെമ്പർ അതുപോലെ തന്നെ പേരിയിൽ നിന്നുള്ള പ്രദേശവാസികൾ ഇവിടെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എല്ലാവരുടെയും ആവശ്യം ഈ റോഡ് എത്രയും പെട്ടെന്ന് ഒരു പ്രവർത്തന സജ്ജമാകണം, എന്നാലേ നമ്മുടെ പേരിയ ഒന്നുകൂടെ ഉണരുള്ളൂ എന്നുള്ളത് തന്നെയാണ്. പേരിയ എന്ന് പറയുന്നത് വയനാട് ജില്ലയുടെ അതിർത്തി പ്രദേശമാണ്. കണ്ണൂർ ജില്ലയുമായിട്ട് വളരെയധികം ബന്ധം കാത്തു സൂക്ഷിക്കുന്ന ഒരു ഗ്രാമമാണ് പേരിയ. തിരിച്ചു പോരുകയാണ്. വഴിയോരത്ത് പഴയ കോട്ടയം മലബാറിൻ്റെ രേഖകളൊക്കെ ഇപ്പോഴും നമുക്ക് കാണാൻ പറ്റും. ഒരു സൈഡിൽ കോട്ടയം എന്നും മറ്റൊരു സൈഡിൽ വയനാട് എന്നും രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മളെ കോട്ടയം എന്ന് പറയുന്നത് ഇന്ന് കാണുന്ന കോട്ടയല്ല കേട്ടോ. നമ്മുടെ പഴയ മലബാർ, അതാണ് കോട്ടയം എന്ന പേരിൽ അറിയപ്പെടുന്നത്. കേരളത്തിലെ പഴയ ജന്മികൾ ഭരിച്ച ഒരു നാട്ടുരാജ്യമാണ് കോട്ടയം. ഇവിടെ പഴശ്ശിരാജാവിനെ കൊണ്ടൊക്കെ വളരെ പ്രസിദ്ധമാണ് കോട്ടയം. ഏകദേശം തലശ്ശേരി താലൂക്കിലെ 1000 ചതുരശ്ര കിലോമീറ്റർ, വയനാട് ജില്ലയിലെ 2000 ചതുരശ്ര കിലോമീറ്റർ ഉൾക്കൊള്ളുന്ന പഴയ ഒരു പ്രദേശമാണ്, വലിയ പ്രദേശമാണ് കോട്ടയം എന്ന് പറയുന്നത്. ഇതിൻ്റെ തലസ്ഥാനം മലബാറിലെ കോട്ടയമായിരുന്നു. പുന്നക്കാട് സ്വരൂപമായിരുന്നു ഇവിടെ ഭരണം നടത്തിയിരുന്നത്. ഇവരിലെ പ്രധാനപ്പെട്ട ഭരണാധികാരിയാണ് പഴശ്ശിരാജ. ഇദ്ദേഹം പടിഞ്ഞാറെ കോവിലകത്തിലെ പ്രസിദ്ധനായ ഒരു ഭരണാധികാരി. തിരിച്ചു വരുന്നതായി നമ്മളെ പേര് 34 കോറിൻ്റെ അടുത്തുള്ള കഫേ 34 എന്ന് പറയുന്നത് നമ്മളെ നിസാർ ഖാൻ്റെ തട്ടുകട എല്ലാം പെയിൻ്റ് അടിച്ച് വൃത്തിയാക്കുന്നുണ്ട്. കുറേ കാലമായിട്ട് അടച്ച് കിടക്കുകയാണ്. എന്തായാലും 15-ന് തുറക്കും എന്നുള്ള പ്രതീക്ഷയിൽ പെയിൻ്റൊക്കെ അടിക്കുന്നുണ്ട്. നമ്മളെ നിസാർ ഖാൻ്റെ മോനാണ് പെയിൻ്റ് അടിക്കുന്നത്. നിസാർ ഖാൻ ഞായറാഴ്ച തുറക്കും എന്നുള്ള പ്രതീക്ഷയിൽ സന്തോഷമൊക്കെ പങ്കുവെച്ച് അങ്ങനെ നിൽക്കുന്നുണ്ട്. ഡിസംബർ 15-ന് തന്നെ നമ്മുടെ തലശ്ശേരി ബാവലി മൈസൂർ റോഡ് പൊതുജനങ്ങൾക്ക് വേണ്ടി തുറന്നു കിട്ടുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം.